കർത്താവ് കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകണമേ. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിനെ പ്രവർത്തനങ്ങളെ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാനാകണമേ. കർത്താവെ സകല ആവശ്യങ്ങളിൽ ദൈവം കൂടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയും മിനിസ്ട്രിയിൽ കൂടെ വെളിപ്പെടുവാൻ സ്വർഗ്ഗവിടയാക്കണം. കർത്താവെ ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവദാസന്മാർക്കായി സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമായ കർത്താവെ ഹല്ലേലൂയ. മീറ്റിംഗിനും പ്രാർത്ഥനയ്ക്കുമായി ഉത്സാഹത്തോടെ ദൈവമേ ജനത്തെ കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ ആരാധന കർത്താവെ, ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്ററേയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ദൈവരെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണമേ. കർത്താവെ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം പകരണമേ. കർത്താവെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലോ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വേഗത്തിൽ ജോയിൻ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഹല്ലേലൂയ. കർത്താവെ ഈ വചന പഠന ക്ലാസ് കർത്താവെ ഫേസ്ബുക്കിൽ കൂടിയും കർത്താവ് യൂട്യൂബിൽ കൂടിയും ഹല്ലേലൂയ സൂമിൽ കൂടിയൊക്കെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവരെ അനുഗ്രഹിക്കണമേ. വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹല്ലേലൂയ. തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമേ. അവിടുത്തെ ഹല്ലേലൂയ സാന്നിധ്യം മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവി നാമത്തിൽ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം മീറ്റിംഗ് ആയി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മണി മുതൽ നടത്തപ്പെടുന്ന ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ചില ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധന ലീഡ് ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ദാസൻ ഷാജി ജോസഫ് പാസ്റ്ററേയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. ഇനി ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദാസ്, അതുപോലെ ഇനി സുപ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിക്ക് ശേഷം നമുക്ക് ദിവസവും ഒരു പ്രാവശ്യം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് കടന്നു വരാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. അല്പസമയം കർത്താവൻ നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ, യേശു കണ്ണുനീർ അവൻ തുടയ്ക്കും. പാട്ട് പാടി നമുക്ക് കർത്താവിനെ കരങ്ങളടിച്ച് നമുക്ക് അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.
എന്റെ കണ്ണുകൾ ഉണയാരുളൂ വഞ്ചിച്ചവർ ഉയർന്നിടും ഞാൻ. എന്റെ കണ്ണുകൾ ഉണയാരുളൂ വഞ്ചിരില്ലാതെ അഖിലം
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്തോളം സമയം ദൈവത്തെ ആരാധിക്കാം. കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമുക്ക് വീണ്ടും ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ ദാസൻ ഷാജി ജോസഫ് ഭാഷയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ അടുത്ത് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവനെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ, ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവരെ സഹായിക്കണോ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ സമയം കർത്താവിന്റെ ദാസൻ പ്രകാശ്, കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം നമ്മോട് ദൈവനം പഠിപ്പിക്കുവാനിടയായി തീർന്നല്ലോ. ഇന്ന് ഈ സമയം കർത്താവിന്റെ ദാസനാണ് ദൈവനം പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ദാസനെ ദൈവം പഠിപ്പിക്കുവാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ നല്ല സന്ധിയിൽ ഒരുമിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചന പഠനത്തിനായി കർത്താവ് ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ പേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സൂം ഫ്രൈഡേ ബൈബിൾ സ്റ്റഡിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ഈ സൂം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി മത്തായി ട്രിവാൻഡ്രം മനോഹരമായ ഗാനങ്ങൾ പാടി ആത്മനിറവിൽ കർത്താവിൽ നമ്മെ ആരാധിപ്പാൻ സഹായിച്ച കർത്തദാസൻ പാസ്റ്റർ ഷാജി ജോസഫ് ആൻഡ് ടീം എറണാകുളം, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ പ്ലാറ്റ്ഫോം ദൈവം ശുശ്രൂഷിക്കാനായിട്ട് അവസരം ലഭ്യമായിരിക്കുന്നത്. ഞാനിത് ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി എന്ന നിലയിൽ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഫേസ്യ ലേഖനത്തിന്റെ പഠനത്തിലൂടെ നാം അനേക കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടു സഹപ്രവർത്തനവുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഹാറിൽ അവറുകൾ, ദൈവത്തിന്റെ ക്ഷണപ്രകാരമാണ് എനിക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അവസരം ലഭ്യമായത്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകളൊക്കെ അനുഭവിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങളെ ആധാരമാക്കി നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് രാത്രിയിലും അതേ അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ 25 മുതൽ 4-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വേഗത്തിൽ ഒന്ന് വായിക്കുന്നു. 4-ാം അധ്യായം 25 മുതലുള്ള ഭാഗങ്ങൾ. ആകയാൽ
ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പി. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും ഉച്ചാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഈ ഭാഗത്ത് നിന്ന് പാരഗ്രാഫിൽ നിന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേഖനം പോഷനായ പൗലോസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാരാഗ്രഹ ലേഖനമാണ്. ഇതിന്റെ പശ്ചാത്തലവും അതിന്റെ എഴുതിയതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ 4-ാം അധ്യായത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ വേഗത്തിലൊന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് ഒന്ന് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 4-ാം അധ്യായം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1, 2, 3 ഭാഗമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതായ ഭാഗം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികളുടെ ഐക്യതയിലുള്ള നടപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. അതുപോലെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ 17-ാമത്തെ വാക്യം മുതൽ 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വരെ നാം പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വാസികളുടെ നീതിയിലെ നടപ്പാണ്. നീതിയാൽ നമുക്ക് എങ്ങനെ നടക്കുവാനായിട്ട് കഴിയും, ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള വിവരണങ്ങളാണ് നമുക്കിവിടെ ലഭ്യമാകും. 19 മുതൽ 6-ാം അധ്യായം 9 വരെ വിശ്വാസിയുടെ ഈ ലോകത്തിലെ നടപ്പിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം, അതായത് 4-ാം അധ്യായം 25 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ നീതിയാൽ എങ്ങനെ നടക്കണം, ഒന്നുകൂടെ പറഞ്ഞാൽ പഴയ ജീവിതത്തിലെ നടപ്പ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ പുതിയ ജീവിതത്തിൽ നാം എങ്ങനെ ആയിരിക്കണമെന്നുള്ള വിശദമായ ഒരു പഠനമാണ് നമുക്കവിടെ 4-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിപ്പാനായിട്ട് ഇടയായി. ഇന്ന് നാം വായിച്ച ആ വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഒരിക്കൽ കൂടെ കൊണ്ടുവരുന്നു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. വായിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായ ഒരു ഭാഗമാണെന്ന് തോന്നുന്ന ഒരു ചിന്തയാണ് നമുക്കത് ലഭ്യമാകുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് യഹോവയായിരിക്കുന്ന ദൈവം 10 കൽപ്പനകൾ മോശയിലൂടെ കൈമാറുവാൻ ഇടയായി. ആ 10 കൽപ്പനകളും നമ്മൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു വരുമ്പോൾ ആ കൽപ്പനയ്ക്കുള്ളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയായിട്ട് ഈ ഭാഗത്തെ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. 10 കൽപ്പനകളിൽ 9-ാമത്തെ കൽപ്പനയായിരിക്കുന്ന കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള കൽപ്പനയുമായി ബന്ധപ്പെടുത്തി ഈ ഭാഗത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. അപ്പോൾ
ഒരു ദൈവവൈതൽ അവന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്ന് പഴയ നിയമത്തിൽ തന്നെ കൽപ്പനകളുടെ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഈ വിഷയത്തെ എങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് വേഗത്തിൽ ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടും. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34 മുതലുള്ള ഭാഗങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34 മുതലുള്ള ഭാഗങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അടുത്ത വാക്യം: എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്യം ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തിന്റെ അല്ലെങ്കിൽ വായിച്ച എഫേസ്യൻ ലേഖനത്തിൽ വായിച്ച ആ വേദഭാഗത്തിന്റെ പ്രസക്തി നമുക്ക് ഇവിടെ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവിടെ പറഞ്ഞ ഭാഗം: ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ യേശു കർത്താവ് പഴയ നിയമത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ 9ാമത്തെ കൽപ്പനയായിട്ട് കൈമാറിയത് കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നാണെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ നാവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാവ് വളരെ വിലപ്പെട്ട ഒരു അവയവവും അപ്പോൾ തന്നെ വളരെ ഗൗരവമായി നാവിനെ നാം ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ ദുഃഖത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, പലപ്പോഴും നമ്മുടെ നാവുകൾ നമുക്ക് ദൈവപ്രകാരം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പരാജയങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വിളിച്ചു വരുത്താം. എന്നാൽ ഈ വചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ, പ്രത്യേകിച്ച് ഈ സൂം മീറ്റിംഗിലൂടെ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചന ശുശ്രൂഷ, ദൈവവചന പഠനം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നാം ആത്മീയമായി വളർച്ച പ്രാപിക്കണം, അതുപോലെ തന്നെ ദൈവികമായ അനുഗ്രഹവും നാം പ്രാപിക്കണമെന്നുള്ള ഒറ്റ താല്പര്യമാണ് പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ദർശനം നൽകുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരുന്നു. നമ്മുടെ നാവ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ ആ അവയവം എന്ന് പറയുന്നത്, അതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് യേശു കർത്താവ് പറഞ്ഞ ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് പറഞ്ഞ ആ വാക്കിൽ ഒരു വാക്കുകൂടെ ഞാൻ എടുത്തു പറയുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. പൗലോസ് ആ വചനത്തെ എടുത്ത് കാട്ടുന്നുവാൻ, നമുക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കുമെങ്കിൽ തീർച്ചയായും ഒരു ദൈവപൈതലിന്റെ നാവ് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാവിനെ കുറിച്ച് തന്നെ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും വളരെ വ്യക്തമായി, അപ്പോൾ തന്നെ നമുക്ക് വളരെ മനസ്സിലാക്കത്തക്ക നിലയിൽ അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് വേഗത്തിൽ ഒന്ന് പോയിട്ട് നമുക്ക് ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
അവിടെ വായിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനും കഴിയും, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. നിങ്ങൾക്ക് ഭാഗം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭക്തനാരാണ്, ഭക്തമതി ആരാണ് എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ഭക്തൻ, ദൈവഭക്തൻ എന്ന് അനുമാനിക്കുന്നത് അവന്റെ പ്രാർത്ഥന, അവന്റെ ആത്മീയ ജീവിതം, അവന്റെ ശുശ്രൂഷ, അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരാധന, അദ്ദേഹത്തിന്റെ അന്യഭാഷ, ആ നിലയിലാണ് പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യനെ ഭക്തനെന്ന് നമ്മൾ വിലയിടുന്നത്. പക്ഷേ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ പരസ്യമായി നമ്മൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഈ പ്രവർത്തികൾ കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ ഭക്തൻ എന്ന് പറയുവാൻ സാധ്യമാകുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നു, നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്. കണ്ടോ, നമ്മുടെ നാവ് നമ്മൾ കടിഞ്ഞാണിടാതെ ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുകയും ഇഷ്ടമുള്ളത് വിളിച്ചു പറയുകയും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന വഞ്ചനയാണെന്ന് യാക്കോബ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് അവിടെ പറയുന്നു, നമ്മുടെ നാവിന് എന്ത് ചെയ്യണം? കടിഞ്ഞാണിടണം. കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കടിഞ്ഞാണിടാതെ നമ്മുടെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് നാം ഭക്തനെന്ന് നിരൂപിച്ചാൽ നമ്മുടെ ഭക്തി വ്യർത്ഥം. നമ്മൾ ഭക്തനാണോ, നമ്മൾ ഭക്തിയുള്ള ആളാണോ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ സഹജീവികൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ചുറ്റുപാടുകളിൽ പാർക്കുന്നവർ, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവര് പറയണം, നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ കേട്ടുകൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ കണ്ടുകൊണ്ട്, നമ്മുടെ ഇടപാടുകളും നമ്മുടെ ബന്ധങ്ങളും എല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയണം, നീ ഒരു ഭക്തനാണ്, നീ ഒരു ഭക്തി ഉള്ളവളാണ് എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം മാറണം എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. ന്യായവിധി ദിവസത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോകണമെങ്കിൽ, അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകണമെങ്കിൽ നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സാധ്യമായി തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യാക്കോബിന്റെ ലേഖനം തന്നെ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പോൾ അവിടെ നമ്മൾ വാക്കിൽ തെറ്റാതെ നമ്മുടെ ശരീരത്തെ മുഴുവനും നമുക്ക് കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടിഞ്ഞാനിട്ട് നടത്തുവാൻ കഴിഞ്ഞാൽ നമ്മെ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ സൽഗുണപൂർത്തിയുള്ള പുരുഷനായിട്ട് നമ്മെ അറിയപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാവിനെ കുറിച്ച് പിന്നെയും തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം തന്നെ അതിന്റെ 13-ലേക്കൊക്കെ വരുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ ആമേൻ നമ്മുടെ നല്ല നടപ്പ്, നല്ല പ്രവൃത്തി നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വിശദമായിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പരിശോധിച്ച് നമുക്ക് കാണുവാൻ കഴിയും, ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 12-ാമത്തെ വാക്യം, വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനുമേ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നും
ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ നാവുകളുടെ പ്രവർത്തികൾ, ഹല്ലേലൂയ, ആമേൻ, പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് അതൊരു അനുഗ്രഹമായി തീരും എന്ന് അവിടെയൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്തുനിന്ന് പിൻവാങ്ങുന്നു. അപ്പോൾ നാവിന്റെ നല്ല പ്രവർത്തികൾ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കുകൾ എപ്പോഴും, ആമേൻ, അതുപോലെ തന്നെ നാവിന്റെ നല്ല വശങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 35-ാമത്തെ സങ്കീർത്തനം അതിന്റെ 28-ാമത്തെ വാക്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നാവിന്റെ നല്ല വശങ്ങൾ. 35-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം അവിടെ പറയുന്നു, എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. അപ്പോൾ നമ്മുടെ നാവുകൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന്റെ നീതിയെ വിളിച്ചു പറയുവാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. അതിന്റെ സ്തുതിയെ വർണ്ണിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 39-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഭോഷ്കുമായിട്ടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ നാവിൽ നിന്നാണല്ലോ ഈ ഭോഷ്ക് കടന്നു വരുന്നത്. അപ്പോൾ തന്നെ ഭോഷ്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് കൊണ്ടുവരുന്നത് ആരാണ്? അത് പിശാചാണ്. ആമേൻ. ഭോഷ്കിന്റെ അപ്പൻ എന്നാണ് പിശാചിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഭോഷ്കിന്റെ ആത്മാവ്, കള്ളം പറയുന്ന ആത്മാവ്, കള്ളത്തരം കാണിക്കുന്ന ആത്മാവ്, അതൊക്കെ വേദപുസ്തക പ്രകാരം അത് വിരുദ്ധമാണ്. അത് ദൈവം അംഗീകരിക്കുന്നില്ല. ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ 139-ാം സങ്കീർത്തനം 4-ാം വാക്യം, സദൃശ്യവാക്യങ്ങൾ 18-21, 10-31, 12-18, 21-23, യെശയ്യാ പ്രവചനം 50-4, ഇവിടെയൊക്കെ നമുക്ക് ആ നാവിന്റെ നല്ല വശങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നാവുകൾ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല ഗുണങ്ങൾ, നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, നല്ല വശങ്ങൾ നമ്മുടെ നാവിലൂടെ വെളിപ്പെടുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാവിന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹജീവികളോട് വിശ്വസ്തത കാണിക്കുവാനുള്ള മനോഭാവം നമ്മുടെ നാവിലൂടെ ഉണ്ടാകുവാനിടയായിരിക്കണം. നമ്മുടെ വാക്കുകൾ വിശ്വസ്തതയുള്ളതായിരിക്കണം. നമ്മുടെ വാക്കുകൾ വചനത്തിൽ വായിച്ചതുപോലെ എന്ന് പറഞ്ഞ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അത് ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്നും ആയിരിക്കണം. രണ്ടിന്റെ ഇടയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ യെസ് ഓർ നോ എന്ന് ചോദിച്ചപ്പോൾ ഓർ എന്ന് പറഞ്ഞ പോലെ ആകരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ. ഹല്ലേലൂയ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കർത്താവായ യേശുവിന്റെ വാക്കുകൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ലാവണ്യ വാക്കുകൾ എന്ന. ലാവണ്യ വാക്കുകൾ, ആമേൻ, അത് ലാവണ്യ വാക്കുകൾ സമാധാനം ഉണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് മറ്റൊരിടത്ത് പറയുന്ന നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപയോടുകൂടിയതായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുകാരന് അപമാനം വരുത്താതെ, ഹല്ലേലൂയ, കൂട്ടുകാരന് അപമാനം വരുത്താതെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്ക് പോലും നമ്മുടെ നാവിൽ നിന്ന് വരുവാനേ പാടില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ, സ്തോത്രം, നമ്മുടെ മറ്റുള്ളവർ വ്യാജ വർത്തമാനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. ആമേൻ, വ്യാജ വർത്തമാനങ്ങൾ എന്ത് ചെയ്യും? ആമേൻ, പരത്തുവാനുള്ള ഒത്തിരി മീഡിയകൾ തന്നെ നമുക്കുള്ളത് കൊണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയാതെ ഒരു വാക്ക് ആരെങ്കിലും കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് കൊടുക്കുന്ന മനോഭാവം ഒക്കെ എന്ത് ചെയ്യണം? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ അതെല്ലാം ഉപേക്ഷിക്കുവാനിടയായിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കള്ളസാക്ഷികൾ പറയുന്ന, ഫോഷ്ക്ക് നിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകളോട് ഒഴിഞ്ഞു മാറണമെന്ന വചനത്തിൽ സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? കള്ളസാക്ഷി ഒരിക്കൽ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. ശിക്ഷയിൽ നിന്ന് നമ്മളെല്ലാം ഒഴിവായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ കൽപ്പന, ഈ 9-ാമത്തെ കൽപ്പന, ആമേൻ, സ്തോത്രം, ഫോഷ്ക്ക് ആമേൻ പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ കൽപ്പനാലംഘനം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവം ആമേൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത 10 കൽപ്പനയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് ആ കൽപ്പനയെ നമുക്ക് കൈമാറിയിരിക്കുന്ന, നമ്മളോട് ആവശ്യപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ നാവിനെ അത്ര ഗൗരവമായി നമ്മൾ സൂക്ഷിക്കുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭോഷ്ക്ക് പറയുന്നതിലൂടെ നമുക്ക് ഈ കൽപ്പന ലംഘിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കള്ളസാക്ഷി പറയുന്നതിലൂടെ അനേക പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, കോടതിയുമായി ബന്ധപ്പെട്ട ഭാഷയാണ്.
കള്ളസാക്ഷ്യം പറഞ്ഞ അനേക നീതിമാന്മാർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നൊക്കെ ദൈവമക്കൾ എന്ത് ചെയ്യണം? പിൻവാങ്ങണം. ഹല്ലേലൂയ. കാരണം ആമേൻ നിഷ്കളങ്കർ ശിക്ഷിക്കപ്പെടാൻ യാതൊരു കാരണവശാലും ഇവിടെ നമ്മുടെ നീതിന്യായം ആമേൻ വിളിച്ചു പറയുന്നതാ. ആമേൻ സ്വതന്ത്രം. ഒരു ഒരു നീതിമാൻ പോലും എന്ത് ചെയ്യാൻ പാടില്ല? പാടില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അങ്ങനെയാണ് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ വിധിന്യായം വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്ന് യാതൊരു കാരണവശാലും നമ്മുടെ വാക്കുകൾ കൊണ്ടോ, നമ്മുടെ പെരുമാറ്റം കൊണ്ടോ, നമ്മുടെ ഇടപാടുകൾ കൊണ്ടോ, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ടോ യാതൊരു കാരണവശാലും ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? മുറിവേൽക്കാൻ പാടില്ല. ഒരു തിരുവഴുത്തിൽ പറഞ്ഞ നാവ് കൊണ്ട് കുത്തുന്ന പോലെ സംസാരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മുറിവേൽപ്പിക്കുന്ന പല ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും പറയുന്നത് കേട്ട ഒരു വാക്കാണ്, അവൻ വടി കൊണ്ടടിച്ചാൽ ഒരുപക്ഷെ ആ വേദന ചില നിമിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നാവ് കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ആ വേദന മാറുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുർഭാഷണങ്ങൾ ഒഴിവാക്കണം. ദുർഭാഷണം, സദാചാരം അത് ലംഘിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദുർഭാഷണം, ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക്കുകൾ നമ്മൾ സംസാരിച്ച് മുഷിയുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ആ ഏഷണി പറയുന്നവൻ ഈ മിത്രങ്ങളെ ഭിന്നിപ്പിക്കുവാനിടയാ വലിയ ബന്ധങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഭിന്നിപ്പിക്കുവാനിടയായി തീരും. സ്നേഹബന്ധങ്ങളൊക്കെ നമുക്കറിയാം മറ്റുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിസ്സാര കാര്യങ്ങൾ, ഒരു വാക്ക്, ആമേൻ, എത്ര വലിയ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞാലും ചില വാക്കിന്റെ മുമ്പിൽ അവരെന്ത് ചെയ്യും? ദീർഘവർഷങ്ങളുടെ ആ ബന്ധം അവർ എന്ത് ചെയ്യും? മുറിഞ്ഞു പോകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആമേൻ വ്യാജ വർത്തമാനം നമ്മൾ പരത്തിയാൽ ആമേൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നിരപരാധികൾ കുറ്റക്കാരായി മാറുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചിലരുടെ ഒരു പ്രത്യേകത, സത്യത്തോട് അല്പം കൂടി കൂട്ടിച്ചേർത്ത് അത് ചിലര് പറയുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തോട് അല്പം കൂടി കൂട്ടിച്ചേർത്ത് പിന്നീട് അത് കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഒക്കെ നഷ്ടപ്പെട്ട് അത് വ്യാജവാക്കായി മാറുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ മുഖസ്തുതി പറയുന്നവരെന്ത് ചെയ്യും? കൽപ്പന ലംഘിക്കുന്നവരാണ്. ഹല്ലേലൂയ. യാതൊരു കാരണവശാലും ആവശ്യമില്ലാത്ത മുഖസ്തുതികളും ആമേൻ ചക്കരവാക്കുകളും തത്വജ്ഞാനവും ഒക്കെ പറഞ്ഞ് ആമേൻ നമ്മുടെ കൽപ്പന ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലംഘിക്കാൻ പാടില്ല. ആമേൻ. മറ്റൊരിടത്ത് ആമേൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ റെവലേഷൻ ആമേൻ 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 21-8, 22-15 വായിക്കുന്നു, ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ വാക്കുകൾ ആമേൻ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൽപ്പനാലംഘികളായി മാറരുത്. ആമേൻ. നമ്മൾ പറയുന്ന ഏത് വാക്കിനും അവിടെ പറയുന്നത്, യേശു കർത്താവ് പറയുന്നത്, ഏത് നിസാര വാക്കിനും നമ്മൾ എന്ത് ചെയ്യും? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുറ്റക്കാരായി മാറരുത്. ഹല്ലേലൂയ. നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് രാത്രി നമ്മൾ ആമേൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാക്കുകൾക്കൊന്നും വലിയ വില കൊടുക്കത്തില്ല. നമ്മൾ വിചാരിക്കും ആമേൻ ഒരു വാക്കല്ലേ പോകട്ടെ. പക്ഷേ ആമേൻ ഒന്ന്, ആമേൻ നമ്മൾ കൽപ്പനാലംഘികളായി മാറുന്നു. 2, ആ വാക്ക് ചെന്ന് വീഴുന്ന ഇടത്ത് ആഴമായ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഒരിക്കലും ഉണക്കുവാൻ കഴിയാത്ത, ഒരിക്കലും ആമേൻ പൊറുപ്പിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും നീക്കുപോക്കില്ലാത്ത നിലവാരത്തിൽ ആമേൻ മനസ്സുകൾ ആമേൻ ഇടിയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട വിഷയങ്ങൾ, അവൻ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ, വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വാക്കുകൾ ഒരുപക്ഷെ കയ്യേറ്റങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ചില വാക്കുകൾ മുറിവേൽപ്പിച്ചിട്ട് അവര് ആമേൻ സ്വയം ആമേൻ ആത്മഹത്യ നടത്തുന്ന വിഷയങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ ഒരു വാക്കായിരിക്കാം, പക്ഷെ അത് ആമേൻ മരണത്തിലേക്ക് തന്നെ അത് നയിച്ചേക്കാം. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, യാതൊരു കാരണവശാലും നമ്മൾ ഭോഷ്കിൽ പ്രിയൻ വെക്കരുത്. അതുകൊണ്ട് പൗലോസ് ആ ഭാഗത്ത് ശക്തമായ ആമേൻ എഴുത്തുകൾ ആ വാക്കിലൂടെ വിളിച്ചു പറയുന്നു. ആമേൻ. ആകയാൽ ഭോഷ്കിനെ നാം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവാനിടയായി തീരണം. കാരണം എന്താണെന്നറിയാമോ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. ആമേൻ. ആ ഒരു ചിന്ത അവൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ആമേൻ സ്തോത്രം പലപ്പോഴും ഈ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ പിശകുകൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ നമ്മുടെ സഹജീവികൾ, ആമേൻ നമ്മുടെ ശരീരത്തിന്റെ ആമേൻ അവയവങ്ങളാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മെ ഭരിക്കും. അവനൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ എനിക്കും ആ മുറിവ് ബാധകമാണെന്ന് തിരിച്ചറിയുമെങ്കിൽ, അവനൊരു പ്രയാസം നേരിട്ട്, ആ വ്യക്തിക്ക് ഒരു പ്രയാസം നേരിട്ടാൽ, നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ നമുക്കും അത് പ്രയാസമെന്ന് കാണുവാൻ നമ്മൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ സ്വസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണം കൂടിയാണ് മനുഷ്യർ സ്വസ്നേഹികളാകും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ കോപം സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് കോപം. ആമേൻ, സ്തോത്രം. എന്നാൽ കോപിച്ചാൽ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. യാതൊരു കാരണവശാലും ആമേൻ ലംഘനത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയാകരുത്. അത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് ആമേൻ പലപ്പോഴും നമ്മുടെ നാവുകളാണ് കോപം ക്ഷണിച്ചു വരുത്തുവാൻ ഇടയായിത്തീരുന്നത്, പാപം ക്ഷണിച്ചു വരുത്തുവാൻ ഇടയായിത്തീരുന്നത്. ആ പാപത്തിലേക്ക് ആമേൻ കടന്നു കഴിഞ്ഞാൽ അവിടെ ആമേൻ അല്ലെങ്കിൽ ഈ കൽപ്പന നമ്മൾ ലംഘിക്കുവാൻ ഈ വാക്കുകൾ നമ്മൾ ലംഘിക്കുവാൻ തയ്യാറായ നമ്മുടെ ജീവിതത്തിലേക്ക് പാപമാണ് കടന്നു വരുന്നത്, ലംഘനമാണ് കടന്നു വരുന്നത്, അനുസരണക്കേടാണ് കടന്നു വരുന്നത്. ആമേൻ. പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഞാൻ നിങ്ങളും അകലേണ്ടതായിട്ട് വരും. അവിടെ പറയുന്നു, ആമേൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ, കോപിക്കരുത്. ആമേൻ, സ്തോത്രം. നിങ്ങൾ അവിടെ പറയുന്നു, നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ എന്ന് താൻ പറഞ്ഞിട്ട്, ആമേൻ, സ്തോത്രം, അഥവാ കോപം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സൂര്യൻ അസ്തമിക്കുവോളം ആ കോപം എന്ത് ചെയ്യാൻ പാടില്ല? വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും വേഗത്തിൽ നിരപ്പ് പ്രാപിക്കുവാൻ. ആമേൻ. ഒരുപക്ഷെ ആമേൻ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. മാനുഷികമാകുന്ന നിലയിൽ പലപ്പോഴും ചില വിഷയങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കോപം വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ അഥവാ ആ കോപിക്കേണ്ടി വന്നാലും ആ കോപം എന്ത് ചെയ്യാൻ പാടില്ല? പാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയാകാൻ പാടില്ല. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തിയോട് ആ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞിട്ട്, തെറ്റ് ആരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചെങ്കിൽ നമ്മൾ ആ തെറ്റേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനിടയായിട്ടുണ്ട്. അത് പറഞ്ഞ് രമ്യതയിലെത്തി. ആമേൻ, സ്വതന്ത്രം. അത് കൂടുതലും ആമേൻ കുടുംബ വിഷയവുമായിട്ടുള്ള ബന്ധത്തിലാണ് കൂടുതലും ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പകൽക്കാലം ഒക്കെ കുടുംബസ്ഥരായി ജീവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരിക്കാം, വീട്ടിലെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ സംസാരം. ആമേൻ, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്പമായ കോപഭാവത്തോടെ ആമേൻ വാക്കുകൾ ആമേൻ ഉരുവിട്ടു എന്ന് വന്നേക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് മുൻപ് അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയിങ്കൽ ആമേൻ സ്വതം പരസ്പരം ആമേൻ കുഞ്ഞുങ്ങളും ആമേൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടിയിരുന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ പരസ്പരം പകൽ സംസാരിച്ച വിഷയങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത്, ഞാൻ എന്തെങ്കിലും പെട്ടെന്നുണ്ടായ കോപം നിമിത്തം എന്റെ നാവിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു പോയി, ഇനി എന്നോട് ക്ഷമിക്കണം. തിരിച്ചും ആമേൻ മറിച്ചും പരസ്പരം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ വാക്കുകൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളും അത് പഠിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ഒരു നല്ല ക്രിസ്തീയ ജീവിതം, ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതിലുപരി പൗലോസ് അപ്പോസ്തലൻ ആമേൻ അവിടെ വിളിച്ചു പറയുന്നത്, നമ്മൾ ഇത് ചെയ്യാതെ ഇരുന്നാൽ, നമ്മൾ കോപിച്ചാൽ ആമേൻ സ്വതം പരസ്പരം ക്ഷമിക്കാതെ ഇരുന്നാൽ, കോപം വെച്ചുകൊണ്ടിരുന്നാൽ, അടുത്ത പദം പറയുന്നു, പിശാചിനിടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആമേൻ സ്വതം പിശാച് ആമേൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറിയ പങ്കും നമ്മുടെ വീഴ്ചകൾ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആമേൻ അനേക ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വിധത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാമില്ല, ചില ആക്സിഡന്റുകളൊക്കെ ആമേൻ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 52 വയസ്സുള്ള ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെ വിളിക്കുവാനായിട്ട് അടൂരേക്ക് യാത്ര ചെയ്യാൻ സ്കൂട്ടറുമായി ഇറങ്ങി. അദ്ദേഹത്തിന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. ആമേൻ എതിരെ വന്ന ഒരു ബൈക്ക് നല്ല സ്പീഡിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ഇടിച്ചു. പക്ഷേ ഹെൽമെറ്റ് തലയിലുണ്ട്.
ഇടിയുടെ ആഘാതത്തിൽ ഹെൽമെറ്റ് തെറിച്ചു പോകുവാനിടയായി. ഹെൽമെറ്റ് തെറിച്ചു പോകാൻ കാരണം എന്താ? ഹെൽമെറ്റിന് ഒരു ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്ത് ചെയ്തു? ഇടുവാനിടയായില്ല. ഹെൽമെറ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് സീറ്റ് ബെൽറ്റ് ആയാലും ഹെൽമെറ്റ് ആയാലും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പോലീസുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ ആരും ഒന്നും ചെയ്യാറില്ല. എന്നതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക? പിശാചിന് നമ്മൾ ഒരിക്കലും ഇടം കൊടുക്കാൻ പാടില്ല. അശ്രദ്ധയോടെ നമ്മൾ ജീവിതം നയിക്കുവാൻ ഇടയായാൽ പലപ്പോഴും സംഭവിക്കുന്നത് അതൊരു പരാജയമായി മാറാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കണമെന്ന് അപ്പോസ്തലനിലൂടെ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷണിച്ചു വരുത്താൻ പാടില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട്, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് യാതൊരു കാരണവശാലും പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് എന്റെ സഭയിൽ തന്നെ ഒരു പ്രത്യേക പ്രാർത്ഥന, ഒരു വിടുതലിന്റെ ശുശ്രൂഷ നടത്തുവാനായിട്ട് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. ഞങ്ങളുടെ സഭയിലൂടെ ആരാധനയ്ക്കൊന്നും കൃത്യമായി വന്ന് സംബന്ധിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾ തയ്യാറായി. ആ നിമിഷത്തിൽ അദ്ദേഹത്തിൽ ഒരു പൈശാചിക ബാധ പുറത്തു വരുവാനിടയായി. പ്രാർത്ഥനയുടെ നടുവിൽ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹം വിശ്വാസിയാണ്, അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവനാണ്, ശാനപ്പെട്ടവനാണ്. കൂട്ടുകാരുമൊത്ത് ഏതോ ഉത്സവത്തിന്റെ ദിവസം, അമ്പലങ്ങളിലെ ഉത്സവ ദിവസം അദ്ദേഹം ആ ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബന്ധപ്പെട്ട സ്ഥലത്തുകൂടെ അദ്ദേഹം കൂട്ടുകാരുമായി ഒന്ന് കയറി ഇറങ്ങുവാനിടയായി. സംഭവിച്ചത് എന്താ? അവിടുത്തെ ശക്തി അവനിൽ വഹിച്ച് അതിഞ്ഞു കൂടെ പോരുവാനിടയായി. ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ തലമുറകളാകട്ടെ നമ്മളാകട്ടെ നമ്മള് ഇടപാടുകൾ നടത്തിയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയുന്നത്, ഇണയില്ല പിണ കൂടരുത്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെന്ന് വീഴാൻ പാടില്ല. ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് ജ്ഞാനം നൽകിയിരിക്കുന്നത്, അറിവ് നൽകിയിരിക്കുന്നത് അത് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. പിന്നീട് പിശാചിനെ കുറ്റം പറഞ്ഞിട്ട്, സാത്താനെ കുറ്റം പറഞ്ഞിട്ട്, സഭയെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ പിന്മാറിപ്പോകുന്നവരായി മാറരുത്. നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ട ചില മേഖലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൊട്ടക്ഷൻ. ദൈവം യോബിന് തന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി പരിപാലിച്ചതുപോലെ ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. അപ്പോൾ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതും നമ്മൾ മാറ്റേണ്ടതും നമ്മൾ അകലേണ്ടതുമായ ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിരന്തരമുള്ള വചനധ്യാനവും ഇതുപോലെയുള്ള ദൈവവചന പഠനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി മാറും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോപിക്കരുത്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. 3 അവിടെ പറയുന്നു, പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇടം കൊടുക്കരുത്, ചാൻസ് കൊടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എന്റെ സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഒരു ദിവസം 24 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. സമയം മാത്രമേ ഉള്ളൂ. ഏറ്റക്കുറച്ചിലുകളില്ലാതെ മനുഷ്യർക്കെല്ലാം ഒരുപോലെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിഷയം. ബാക്കിയെല്ലാം സമ്പത്തായാലും വസ്തുവകകളായാലും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ആയാലും എന്ത് ചെയ്യാം? ഏറ്റക്കുറച്ചിലുകളുണ്ട്. സ്തോത്രം. അത് ഈ സമയം മാത്രമേ ഉള്ളൂ ഒരുപോലെ ദൈവം കൊടുത്തിരിക്കുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കാനൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് 8 മണിക്കൂർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8×3 = 24. 3 നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സ്വാഭാവികമായി 8 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യുവാനുള്ള സമയമാണ്, അല്ലെ? 8 മണിക്കൂർ വിശ്രമിക്കാനുള്ള സമയമാണ്. ബാക്കിയുള്ള 8 മണിക്കൂർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സമയങ്ങൾ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട 8 മണിക്കൂർ നമ്മൾ വിശ്രമിക്കുന്ന സമയവും ബാക്കി മണിക്കൂറുകളൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ബാക്കി എല്ലാ സമയങ്ങളും, ബാക്കിയുള്ള 8 മണിക്കൂർ നമ്മൾ എന്താ? ഉറങ്ങുകയാണ്. പക്ഷേ നാമും പിശാചുമായുള്ള ബന്ധത്തിൽ സ്തോത്രം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മണിക്കൂറുകളുടെ ഷെയറിങ് ആർക്കില്ല? പിശാചിനില്ല. കാരണം എന്താണെന്നറിയാമോ? 24 മണിക്കൂറും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈന്യമുണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ അത് പൈശാചിക മേഖലകളാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മള് വെറുതെ ഇരിക്കുമ്പോൾ പിശാച് അവന്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്,
നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പിശാച് എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മെ എന്ത് ചെയ്യുകയാ? നമ്മെ തകർക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയെ ഇല്ലാതാക്കുവാൻ വേണ്ടി, ആമേൻ, നമ്മുടെ നന്മകളെ തടയുവാൻ വേണ്ടി, നമ്മുടെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി യാതൊരു കാരണവശാലും ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയിൽ ആമേൻ പിശാച് 24 ഹവേഴ്സും ആമേൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പല ഹോസ്പിറ്റലുകൾ, പല പെട്രോൾ പമ്പുകൾ, പല ഹോട്ടലുകൾ, ചില മെഡിസിൻ ഷോപ്പുകളൊക്കെ 24 ഹവേഴ്സ് പ്രവർത്തിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ 24 ഹവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ, ഒരു ശക്തി ഉണ്ടെങ്കിൽ, അത് ദുഷ്ട ശക്തികളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവൻ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ആമേൻ നമ്മൾ നിൽക്കേണ്ട സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുവാൻ തയ്യാറായാൽ, ഈ വചനവുമായി ബന്ധത്തിൽ പറഞ്ഞാൽ, നമ്മൾ പിശാചിനിടം കൊടുക്കാതെ ഇരുന്നാൽ, പിശാചിനെ വലിച്ച് കയറ്റാതിരുന്നാൽ, ആമേൻ, സോദരം, യാതൊരു കാരണവശാലും പിശാച് വന്ന് കേറത്തില്ല, ദൈവം അനുവദിക്കാതെ. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടാണ് സാത്താൻ കടന്നത്. അങ്ങനെയെങ്കിൽ അവൻ ദൈവം അനുവദിക്കാതെ ഒരു ദുഷ്ടശക്തി പോലും ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ കടന്നു വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ശ്രദ്ധയോടെ, നമ്മുടെ നടപ്പ്, ആമേൻ, ക്രിസ്തീയ നടപ്പ് നമ്മൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെടുത്ത് ആമേൻ, ലോകത്തിലെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നിന്ന് വിശദീകരിക്കുക. നമ്മുടെ നടപ്പ് ക്രിസ്തുവിൽ ആമേൻ വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണമെന്ന് ഇവിടെ ആമേൻ മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി അവിടെ ആമേൻ പറഞ്ഞിട്ടുണ്ട്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കള്ളൻ ഇനി കക്കാതെ. ഈ വിഷയവും ആമേൻ നമ്മുടെ കൽപ്പനകളുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോഷണം എന്ന് പറയുന്നത് ആമേൻ സ്വതന്ത്രം ചിലർക്കൊരു ഹരമാണ്, ആമേൻ, ചിലർക്ക് അത് ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ ആമേൻ തിരുവചനം ആമേൻ എന്തു പറയുന്നു, തിരുവചനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. 9ാമത്തെ കൽപ്പന നമ്മൾ പരിശോധിച്ചപ്പോഴാണ് നമ്മൾ കണ്ടത്, ആമേൻ, നമ്മുടെ നാവിനെ കൂട്ടുകാരന് എതിരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കള്ളസാക്ഷ്യം പറയരുത്. നമ്മുടെ നാവുമായിട്ടുള്ള ബന്ധത്തിൽ ആ കൽപ്പനയെ ക്രോഡീകരിച്ച് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിഷയം മോഷണം അല്ലെങ്കിൽ മോഷ്ടിക്കരുത് എന്നുള്ള ആ ഭാഗം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആമേൻ കൽപ്പന 8ാമത്തെ കൽപ്പനയായിരിക്കുന്ന മോഷ്ടിക്കരുത്, പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെ മോഷ്ടിക്കരുത് എന്നുള്ള ആ പഴയ നിയമ കൽപ്പനയുമായി ബന്ധപ്പെടുത്തിയാണ് ആമേൻ ഈ കൽപ്പന അല്ലെങ്കിൽ ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. റഫറൻസ് ഒന്നുകൂടെ പറയുന്നു. മാർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം അതിന്റെ 19ാമത്തെ വാക്യം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നിയമ കൽപ്പനകൾ ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഈ കൽപ്പനയെ തള്ളിക്കളയാൻ പറ്റില്ല. യേശു കർത്താവ് കൽപ്പനകളെ വീണ്ടും എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മളോട്, പുതിയ നിയമ വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന കൽപ്പനയാണ് ഇവിടെ വായിച്ചത്. ഇവിടെ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. നമുക്കറിയാം ആമേൻ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഒക്കെ, ആമേൻ ഭൂമിയിലുള്ളതൊക്കെയും ആമേൻ ആരുടെ വകയാ? സ്വർഗത്തിലെ ദൈവത്തിന്റെ വകയാ. അത് അനുഭവിക്കുവാനാണ് കർത്താവ് ആമേൻ സദനം അവസരം നമുക്ക് നൽകുന്നതും ആമേൻ സദനം ഈ ഭൂമിയിൽ നമ്മെ പാർപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഇത് മോഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ആമേൻ സ്തോത്രം നമുക്ക് കർത്താവ് നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുതിയ നിയമത്തിൽ ആമേൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തുക്കൾ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? അവൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആരുടെയും അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഈ സാത്താനെ കുറിച്ച് അവൻ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ അവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ ആമേൻ യോഹന്നാൻ സുവിശേഷം 10ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 10ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കള്ളന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ വ്യക്തമായി അവൻ പറഞ്ഞിട്ടുണ്ട്. 10ാം അധ്യായം 10ാമത്തെ വാക്യം അവിടെ പറയും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആരുടെ പ്രവൃത്തിയാ? ആമേൻ മോഷണം എന്ന് പറയുന്നത്
മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലപ്പോഴും പലരും അത് ആ ഗൗരവം കൊടുക്കാറില്ല. ഓ, ജസ്റ്റ് ഒരു സാധനം, അവിടെ കിടന്ന ഒരു സാധനം ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആമേൻ ദൈവത്തിന്റെ വചനം അതിന് കൊടുക്കുന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത് ആമേൻ നമ്മൾ ന്യായവിധി ആമേൻ ഇതിലേക്ക് കടത്തിവിടുന്ന ഒരു വിഷയമായതുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, നമ്മളെ ന്യായം വിധിക്കുന്ന വിഷയമായതുകൊണ്ട്, ആമേൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആത്മീയമായി പറഞ്ഞാൽ സ്വർഗീയ പറുദീസ നഷ്ടപ്പെടുന്ന ആയതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു ആമേൻ കള്ളൻ എങ്ങനെയാ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആമേൻ. അപ്പോൾ ഇത് മോഷണത്തിന്റെ ഭാഗമാണ്. ആമേൻ. അത് അറുക്കുവാനും മുടിപ്പാനും ആമേൻ കള്ളൻ വരുന്നതിന് തുല്യമാണ്. ആമേൻ സ്തോത്രം. ഒരു കള്ളന്റെ പ്രവൃത്തിയാണ് മോഷണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആമേൻ സ്തോത്രം. അത് ഒരിക്കലും ആമേൻ മോഷണത്തിന് കൂട്ടുനിൽക്കുകയോ ആമേൻ മോഷ്ടിക്കുകയോ നാം ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ സാത്താൻ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ആമേൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ എന്ത് ചെയ്തു? ആമേൻ യൂദായെ ഒരു കള്ളനാക്കി മാറ്റുവാനിടയാ. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച അനന്തരം തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരാണ് ഇവരെല്ലാം. അതിലൊരാളായ യൂദയെ സാത്താൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അവരെ എന്ത് ചെയ്തു? ആമേൻ കള്ളനാക്കി മാറ്റുവാനിടയായി. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സാത്താൻ ഹവ്വായെ പരീക്ഷിക്കുവാനിടയായി അല്ലെ? ആമേൻ സാത്താൻ ഹവ്വയെ പരീക്ഷിച്ചു. സംഭവിച്ചത് എന്താ? ആമേൻ പറുദീസ, സ്വർഗീയ പറുദീസ ആമേൻ ആർക്ക് നഷ്ടമായി? ആമേൻ ഹവ്വാക്ക് നഷ്ടമായി, ആദമിന് നഷ്ടമാകുവാനിടയായി. ഏദൻ പറുദീസയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? പുറത്താകുവാനിടയായി. അങ്ങനെയെങ്കിൽ അത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കള്ളൻ ഇനി മോഷ്ടിക്കാതെ ആമേൻ. അങ്ങനെയെങ്കിൽ മോഷണം ആമേൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ആമേൻ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ 43-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഒടുവിലത്തെ ആദാം ആമേൻ ഒരു കള്ളനെ എന്ത് ചെയ്തു? ആമേൻ വിമുക്തനാക്കി ആമേൻ പറുദീസയിൽ എന്ന് കടത്തി വിടുവാനിടയായി. യേശു കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ഒന്നാമത്തെ ആമേൻ ആദം ആമേൻ തെറ്റ് ചെയ്ത് ആമേൻ അവന്റെ പറുദീസ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുവിലത്തെ ആദാമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആമേൻ ഒരു കള്ളനെ ആമേൻ സ്തോത്രം കുറ്റവിമുക്തനാക്കി ക്രൂശിൽ ആമേൻ തന്നോട് ചേർത്ത് ആമേൻ ക്രൂശിൽ തറച്ച കള്ളനെ എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കി. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കുമെന്നുള്ള വചനപ്രകാരം വാക്കുകൾ പ്രകാരം എന്ത് ചെയ്തു? യേശു കർത്താവ് അവനെ കുറ്റവിമുക്തനാക്കി പറുദീസയിലേക്ക് കടത്തിവിടുവാനിടയായി. അതുകൊണ്ട് തന്നെ നമ്മള് ആമേൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ പിശാചിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇടം കൊടുക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ യാതൊരു കാരണവശാലും ആമേൻ വേല ചെയ്യാത്തവൻ ഭക്ഷിക്കരുത് എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ ആമേൻ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ആമേൻ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ വേല ചെയ്ത് കക്കാതെ, അങ്ങനെ അല്ലേ, മോഷ്ടിക്കാതെ എന്ത് ചെയ്യണം? വേല ചെയ്ത് ആമേൻ ഭക്ഷിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ ഈ വാക്കുകൾ പറയുവാൻ അത്രമാത്രം ധൈര്യമുള്ള മനുഷ്യനാ. എന്തുകൊണ്ടാ? ആമേൻ കൂടാരപ്പണി ചെയ്ത് മറ്റുള്ളവരുടെ മുട്ടിന് കൊടുത്തവനാണ് പൗലോസ്. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അത് തെളിയിച്ച വ്യക്തിത്വമാണ് പൗലോസ്. കൂടാരപ്പണിയായിരുന്നു തന്റെ ജോലി. ആമേൻ. ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ താന് ജോലിയൂടെ ചെയ്ത് ലഭിക്കുന്നതാകുന്ന സമ്പാദ്യം ആമേൻ സ്വതന്ത്രം താൻ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ മുട്ടിന് കൂടി കൊടുക്കുവാനിടയായി തീരുവാനിടയായി. അതുപോലെ തന്നെ ആമേൻ നമ്മുടെ യഹൂദന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, റബിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തൊഴിൽ അഭ്യസിക്കുന്നവരാണ്, തൊഴിൽ പഠിച്ചവരാണ്. എന്തിനേറെ പറയുന്നു? ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാർ പലരും ആമേൻ നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. ആമേൻ സ്വതന്ത്രം കഠിനാധ്വാനം ചെയ്ത മനുഷ്യരാണ്. കഠിനാധ്വാനം ചെയ്ത, മോഷ്ടിച്ച് ജീവിച്ചവരല്ല. ആമേൻ നന്നായി ജോലി ചെയ്ത് അധ്വാനിച്ച് ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാ. 1-2 ഉദാഹരണങ്ങൾ പറയാം. മോശ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. ആമേൻ ആട്ടിടയനായിരുന്നു. ആമേൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ജോലിയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് യഹോവയായിരിക്കുന്ന ദൈവം തന്റെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് വേർതിരിപ്പാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഗിദെയോനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഗോതമ്പ് മെതിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഭാഗത്ത് നിന്നാണ് ഗിദെയോനെ ദൈവം ഉപയോഗിക്കാനിടയായത്. ആമേൻ. നമുക്കറിയാവുന്ന ദാവീദിനെ പരിശോധിച്ചാൽ ദാവീദും എന്തായിരുന്നു?
ആടുകളെ മേയ്ക്കുന്ന, അപ്പന്റെ ആടുകളെ തീറ്റുന്നവനായിട്ട് ആ വനാന്തരങ്ങളിൽ അവൻ നിന്നിരുന്ന, അല്ലെങ്കിൽ വസിച്ചിരുന്ന ദാവീദിനെയാണ് യഹോവയായിരിക്കുന്ന ദൈവം അവൻ ഒരു രാജാവാക്കി മാറ്റുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാർ അവൻ ഏറിയ പങ്കും നമുക്കറിയാം മീൻ പിടിക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുക്കുവരായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന സമൂഹമായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ ഭൂരിഭാഗവും. അവരെ ദൈവം എന്ത് ചെയ്തു? മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുവാനിടയായി. എന്തിനേറെ പറയുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു തച്ചന്റെ മകനല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി തന്റെ ഭവനത്തിൽ അവരുടെ ജോലി മേഖലയൊക്കെ വ്യാപൃതനായി നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം താന് ശുശ്രൂഷ നിർവഹിച്ചതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ ജോലി ചെയ്ത് ആമേൻ ജീവിച്ചാൽ, ജോലി ചെയ്ത് ആമേൻ മുന്നോട്ട് പോയ ഒരിക്കലും ആമേൻ നമ്മൾ ഒരിക്കലും എന്താകത്തില്ല, മോഷ്ടാവായി മാറത്തില്ല. ഹല്ലേലൂയ. വെറുതെ ജോലിക്ക് പോകാതെ, ആമേൻ ശുശ്രൂഷയ്ക്ക് പോകാതെ, ആമേൻ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കുറിച്ച് കൂടിയാണ് ഈ ഭാഗം നമ്മൾ പരിശോധിക്കുന്നത്. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ നമ്മള് ജോലി വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞു ജോലി ചെയ്യാത്തോ അല്ലെങ്കിൽ വേല ചെയ്യാത്തോ എന്ത് ചെയ്യാം, തിന്നരുത് എന്നുള്ള ഒരു വചനം പറയുന്നുണ്ട്. പ്രൈസ്. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മൾ ഈ കൽപ്പന യാതൊരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ കൽപ്പന ആമേൻ എങ്ങനെയാണ് നമ്മൾ ലംഘിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. എഫെസ്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ആമേൻ കള്ളനിന് കക്കാതെ മുട്ടുള്ളവന് ദാനം കൊടുപ്പാൻ ഉണ്ടാകേണ്ടതിന് ആമേൻ കൈകൊണ്ട് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കക്കാതെ, മോഷ്ടിക്കാതെ, മോഷ്ടിക്കരുത്. ആമേൻ. നമ്മൾ ഈ കൽപ്പന ലംഘിക്കുന്നോ ഇല്ലയോ എന്ന് ചില വാക്കുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആമേൻ മറ്റുള്ളവരുടെ വസ്തുക്കൾ എന്തെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുമായിക്കൊള്ളട്ടെ, അന്യന്റെ എന്തെങ്കിലും സാധനം നമ്മൾ മോഷ്ടിച്ചതല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എങ്ങനെയെങ്കിലും ആവശ്യത്തിന് വാങ്ങിയായിരിക്കാം. തിരിച്ചു കൊടുക്കാതെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അവൻ എന്തെങ്കിലും സാധനം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിനെ മോഷണമെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കള്ളത്രാസുകൾ, ആമേൻ തൂക്കത്തിൽ ആമേൻ വെട്ടിപ്പുകൾ നടത്തുന്നത്, അളവുകളിൽ വെട്ടിപ്പ് നടത്തുന്നത് ഒക്കെ മോഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ ആമേൻ പുറത്തിറക്കുന്ന പരിപാടിയാണ്. ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ വിൽക്കുകയും ആമയൊക്കെ ചെയ്യുന്ന, ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയും മോഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ മായം ചേർത്ത് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് മോഷണത്തിന്റെ ഭാഗമാണ്. ആമേൻ. അതുപോലെ തന്നെ വാങ്ങുമ്പോൾ ആമേൻ നമ്മൾ ഒരു സാധനം വാങ്ങുവാനായിട്ട് പോകുമ്പോൾ ആവശ്യക്കാരൻ എന്ന് കണ്ടിട്ട് അവൻ ആവശ്യപ്പെട്ടത് സ്റ്റോക്ക് ഇല്ലായകയാൽ ചെറിയ വിലയുടെ സാധനം വലിയ വിലയ്ക്ക് നൽകുന്ന പരിപാടി കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ വിഷയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സെയിൽസുമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ്. ആമേൻ. അതുപോലെ തന്നെ കസ്റ്റമറുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വിലയിടുക. അതുപോലെ തന്നെ ഒരു തൊഴിലാളിക്ക് പ്രവർത്തന സമയം കൂട്ടുകയും ശമ്പളം കൂട്ടാതിരിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, അവരുടെ ജോലിക്കാരുടെ ജോലി സമയം നമ്മൾ കൂട്ടും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ശമ്പളം കൂട്ടത്തില്ല. അത് മോഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് കൂടെ പറയണമല്ലോ, തൊഴിലാളികൾ നിർദ്ദിഷ്ട സമയം ജോലി ചെയ്യുന്നില്ല എങ്കിൽ അത് മോഷണമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജോലി സമയം 8 മണിക്കൂറാണെങ്കിൽ ആ 8 മണിക്കൂറും റെസ്റ്റ് സമയം ഒഴിവാക്കിയുള്ള സകല സമയങ്ങളും നിങ്ങൾ ജോലി ചെയ്യാതെ ആമേൻ അലക്ഷ്യമായിരുന്നാൽ, അലസരായിരുന്നാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഈ ലംഘനമാണ്, കൽപ്പന ലംഘനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ചിലര് നിരീക്ഷകർ, സൂപ്പർവൈസേഴ്സ് ഒക്കെ ഇല്ലെങ്കിൽ, ജോലിക്കാർ ബന്ധത്തിൽ സൂപ്പർവൈസർ നോക്കാനൊക്കെ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് വെറുതെ ഇരിക്കും. ആൾക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ജോലി ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അതും മോഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ചിലരെന്ത് ചെയ്യും, ജോലി ചെയ്ത് തീർക്കാതെ കളർ റിപ്പോർട്ട് അയക്കും. കളർ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഞാനിത് ആക്ച്വലി ഈ വിഷയത്തെ പറ്റി സഭയിൽ ഒരു മെസ്സേജ് കൊടുത്ത സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഗസ്റ്റ് വരുവാനിടയായി. അത് ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ്, അവിടുത്തെ ഒരു ഇൻചാർജ് ഉള്ള ഒരു സ്റ്റാഫാണ്. ആക്ച്വലി അവരവിടെ വന്നിരുന്നപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകുവാനേ, കാരണം അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരും അവരുടെ കൂടെ വർക്ക് ചെയ്തവരും എനിക്ക് നന്നായി അറിയാവുന്ന ഒരു ഹോസ്പിറ്റലാണ്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേരുകളിൽ
ആമേൻ അവർക്ക് റിപ്പോർട്ട് ഓരോ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഓപ്പറേഷൻ ചെയ്തതായിട്ടൊക്കെ റിപ്പോർട്ട് എഴുതി വിടും, പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി, ക്യാഷ് അടിച്ചു മാറ്റാൻ വേണ്ടി. എത്രയോ ഹോസ്പിറ്റലുകൾ എനിക്കറിയാം. നമ്മുടെ വടക്കേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ 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 ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉണ്ട്. ആമേൻ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫോട് ചോദിച്ചാൽ അവിടെ രോഗികളൊന്നുമില്ല, പക്ഷേ ഇൻഷുറൻസ് ആണ്, എല്ലാവർക്കും ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് ഇൻഷുറൻസിന്റെ പേരിൽ ധാരാളം പണം അവരെന്ത് ചെയ്യും, ഓരോരുത്തരുടെ പേരിൽ ഒരു രോഗിയെ കിട്ടിയാൽ മതി, അവർ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും. ലക്ഷക്കണക്കിന് രൂപ ഇൻഷുറൻസിൽ നിന്ന് അവര് ഇപ്പൊ ജോലി ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും അത് മോഷണത്തിന്റെ ഭാഗമാണ് എന്ന്. അതുപോലെ തന്നെ കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതിരിക്കുന്ന പരിപാടികൾ, കടം വാങ്ങിയിട്ട് നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത മാസം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ അനേക പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് കടം വാങ്ങും. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, കൊടുക്കാതെ ഇരിക്കുവാണെങ്കിൽ ഈ ആമേൻ വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കൽപ്പനാലംഘനമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. അതുപോലെ തന്നെ കള്ളക്കടത്ത് ആമേൻ നടത്തുന്നവർ, ആമേൻ രാഷ്ട്ര നയവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആമേൻ ഇതെല്ലാം കൈക്കൂലി വാങ്ങുന്നത്, കള്ളവോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ആമേൻ മോഷണത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രൈസ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ അവിടെ ആമേൻ മോഷണം ഒരു പാപമായിട്ട് വേദപുസ്തകം ആമേൻ വിളിച്ചു പറയുന്നു. ആമേൻ റോമാലേഖനം 1:28 നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ 6:9-10 പഠിച്ചു കഴിഞ്ഞാൽ, റെവലേഷൻ 9:20-21 വായിച്ചാൽ, 1 തിമോത്തിയോസ് 1:8 മുതൽ 10 വരെ, 6 അധ്യായം 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചാൽ ഇതൊരു പാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ വിഷയം മോഷണം ആമേൻ ചെയ്യുന്ന വ്യക്തിക്ക് ലഭ്യമാകുന്ന ശിക്ഷകൾ ആമേൻ എന്ന് പറഞ്ഞാൽ വെള്ളസിംഹാസന ന്യായവിധിയിൽ അവൻ തീപ്പൊയ്കയിൽ തള്ളപ്പെടുമ്പോൾ മോഷ്ടാക്കൾ അവിടെ അവസാനിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ആമേൻ ഇന്ന് ആ മോഷണം നടത്തിയിട്ടുള്ളവർ മടക്കി കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറ്റവിമുക്തി നേടുവാനിടയാകണം. പ്രൈസ് ഇവിടെ പറഞ്ഞാൽ ഒരു മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആമേൻ സ്വതന്ത്രം ചെയ്യും, അതിന്റെ സോഴ്സ് കാണിക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ അനേക വിഷയങ്ങൾ നമ്മൾ മീഡിയയിലൂടെ കാണുകയാണല്ലോ. ആമേൻ ചിലർ ലാഭങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, സമ്പത്തുണ്ടാകുന്നു, ചിലർ ഉത്പാദനത്തിലൂടെ സമ്പത്തുണ്ടാകുന്നു, ചിലർ ആമേൻ ദാനങ്ങൾ വാങ്ങി സമ്പാദിക്കുന്നു. ദാനം ലഭിക്കുന്നവർ എന്ത് ചെയ്യണം, ദാനം കൊടുക്കുവാൻ കൂടി മനസ്സുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ആമേൻ അധിക സമ്പത്ത് അപ്പോൾ ഉണ്ടാകത്തില്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭമെന്ന് ക്രിസ്തു പറഞ്ഞ ആ പദം ആമേൻ നമ്മൾ പകർത്തിക്കൊണ്ട് ആമേൻ എന്ത് ചെയ്യണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ നടപ്പ് ക്രിസ്തുവിൽ നല്ലതായി മാറണം. അപ്പോൾ തന്നെ പൗലോസ് ആമേൻ ആരുടെയും ഒന്നും മോഹിച്ചിട്ടില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ പഠിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. കാരണം എന്താ അറിയാമോ, കൈകൊണ്ട് അധ്വാനിച്ച് ആമേൻ ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് വളരെ ധൈര്യമായി നമുക്ക് എഫെസരോടാണ് ഈ ലേഖനം എഴുതിയെങ്കിലും അത് നമ്മളോടുകൂടിയുള്ള ദൂതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം എന്ന് മാത്രം ഓർപ്പിച്ച് ഇന്ന് രാത്രിയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വചനം കേൾക്കുവാൻ, വചനം പഠിക്കുവാൻ താല്പര്യം കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവർ ക്രിസ്തുയേശുവിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് രാത്രി വചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം നൽകിയ പ്രിയ ഹാലൻ പാസ്റ്ററോട്, അതുപോലെ തന്നെ ഈ സൂം മീഡിയയിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. കേൾക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 4 അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആമേൻ. വളരെ നല്ല രീതിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ചല്ലോ. ദൈവദാസനെയും തന്റെ കുടുംബത്തെയും സഭയെയും തന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ മിനിസ്ട്രിയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ
MS എബ്രഹാം പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. Praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനെ നിത്യനിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രി സമയത്ത് നന്ദിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. ആഭിമുഖ്യത്തിൽ നടന്ന വെള്ളിയാഴ്ച ക്ലാസ് വളരെ അനുഗ്രഹമായി തീരുന്നു. ദൈവം അവിടുന്ന് സഹായിച്ചു സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പേരെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കർത്താവെ അധ്യക്ഷനായിരുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവം ധാരാളം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ക്ലാസ് കർത്താവെ ദാസനെ ഉപയോഗിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇടയാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് ഭാരമായിട്ടുള്ളതൊന്നും ദൈവം തരികയില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. കൂടുതൽ ദൈവം ഞങ്ങൾക്ക് അനുവദിക്കുകയില്ലല്ലോ കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ കുറിച്ച് കേൾക്കുവാനായിട്ട് സ്തോത്രം കർത്താവേ. കൽപ്പനകളാണ് കർത്താവേ. അത് മാത്രമല്ല കർത്താവേ, പുതിയ അനേക കൽപ്പനകൾ ദൈവത്തിന് ഉണ്ട് എന്നുള്ളത് കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ മറ്റുള്ളവരായിട്ടിടയായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് കർത്താവേ ഒന്നും കർത്താവേ ഹല്ലേലൂയ സ്തോത്ര അയോഗ്യമായിട്ട് കൈപ്പറ്റുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ഞങ്ങളോടും ദൈവഭയത്തോടും കർത്താവേ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ തക്കോണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ സഭയും സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു കർത്താവിന് വേല ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് ഹിതമല്ലാത്ത ജീവിതത്തിലുണ്ടാകുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ പിന്നെയും ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന ദൈവത്തിന്റെ കർത്താവേ പ്രവൃത്തി കാണുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആദ്യോടം ദൈവത്തിന്റെ സഹായിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. മാനവും എടുക്കണമേ ഞങ്ങൾക്ക് ആ ജീവിതത്തിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദൈവത്തോട് കേൾക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ചോടും ഇന്നത്തെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ആദരം നമുക്ക് ജയം നൽകുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് ചെയ്ത കർത്താവിന്റെ ദാസൻ ഷാജി ജോസഫ് ആശയും കുടുംബത്തെ ഓർക്കുന്നു, നന്ദി കരയറ്റുന്നു. ഇന്ന് ബൈബിൾ ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസൻ പ്രകാശ് ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ കർത്താവിന്റെ ദാസൻ MS എബ്രഹാം പാസ്റ്ററോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.